നമസ്കാരം. അമേരിക്ക എന്ന രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറബ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്ന ആക്രമണമാണ് ഖത്തറിന്റെ മണ്ണിൽ സെപ്റ്റംബർ 9 രാത്രി ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. അമേരിക്കയുടെ പശ്ചിമ ഏഷ്യയിലെ ഏറ്റവും വലിയ സൈനിക താവളം പ്രവർത്തിക്കുന്ന ഖത്തറിൽ ഇത്തരം ഒരു ആക്രമണം നടത്താൻ ഇസ്രയേലിന് ധൈര്യം നൽകിയത് അമേരിക്കയുടെ പിന്തുണയാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇസ്രയേലിനു അപ്പുറം ഒരു ബന്ധം മറ്റൊരു സൗഹൃദ രാജ്യവുമായി അമേരിക്കയ്ക്ക് ഇല്ല എന്നത് ഈ ആക്രമണത്തിലൂടെ തെളിഞ്ഞിരിക്കുകയാണ്. ദോഹയിൽ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണത്തിന് പിന്നാലെയാണ് യമൻ തലസ്ഥാനമായ സന്നയിലും ബോംബിട്ട് ഇസ്രയേൽ. ആക്രമണത്തിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ആക്രമണം നടന്നെന്ന് ഇസ്രയേലും യമനും സ്ഥിരീകരിച്ചു കഴിഞ്ഞു. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും പരിക്കേറ്റവരുടെ എണ്ണം ഉയർന്നേക്കാമെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. സനയ്ക്ക് പുറമെ അൽ ജാവഫ് ഗവർണറേറ്റിലും ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഇസ്രയേൽ ആക്രമണത്തിൽ 118 പേർക്ക് പരിക്കേറ്റതായും യമൻ ആരോഗ്യ മന്ത്രാലയം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രയേൽ ലക്ഷ്യമിട്ടത് ഖത്തറിലുള്ള ഹമാസ് ഉന്നതരെയാണ് എങ്കിലും ഈ ആക്രമണത്തോടെ ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് യഥാർത്ഥത്തിൽ ഇസ്രയേൽ സേന നടത്തിയിരിക്കുന്നത്. ഇസ്രയേലിന്റെ ഈ നീക്കം മറ്റ് അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾക്ക് മേലുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ പശ്ചാത്തലത്തിൽ അറബ് രാജ്യങ്ങൾക്ക് സുരക്ഷ വാഗ്ദാനം ചെയ്തിരിക്കുന്ന അമേരിക്കയെ ഇനിയും വിശ്വസിച്ച് മുന്നോട്ട് പോയാൽ രാജ്യം തന്നെ ഇല്ലാതാകുമെന്ന വികാരം വിവിധ അറബ് രാജ്യങ്ങളിൽ നിന്നും ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുമായുള്ള സഹകരണം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് അറബ് ലോകത്ത് നിന്നും ഇപ്പോൾ ശക്തമായി ഉയരുന്നത്. ഇത് അമേരിക്ക പോലും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിത സാഹചര്യമാണ്. പുതിയ കാലത്തെ ജനവികാരത്തെ മാനിക്കാതെ ഒരു ഭരണകൂടത്തിനും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് ലോക രാജ്യങ്ങൾക്ക് നൽകുന്ന സംഭവങ്ങളാണ് ഈ കഴിഞ്ഞ ഇടയ്ക്കായി ഇവിടെ ഉണ്ടാകുന്നത്. അതായത് ശ്രീലങ്കയിലെയും ബംഗ്ലാദേശിലെയും ഇപ്പോൾ നേപ്പാളിലും അരങ്ങേറുന്നത് അതുതന്നെയാണ്. 60,000-ത്തിലധികം പലസ്തീനികളെ കൊന്നൊടുക്കിയ ഇസ്രായേലിനെ ഒരു അപകടകാരിയായ വൈറസായി കാണുന്ന ഇസ്ലാമിക് സമൂഹത്തെ സംബന്ധിച്ച് ആ രാജ്യത്തെ സഹായിക്കുന്ന അമേരിക്കയും ശത്രു തന്നെയാണ്. ദോഹയിലെ ആക്രമണത്തോട് ഈ ശത്രുവിനെ ഇനി എന്തിന് ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ താവളം ഒരുക്കണമെന്ന ചോദ്യം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ഉയർന്നു കഴിഞ്ഞു. തങ്ങളുടെ രാജ്യം വിട്ട് പോകണമെന്ന് ഖത്തർ ഭരണകൂടം ആവശ്യപ്പെട്ട് പിന്നെ അവിടെ തുടരാൻ അമേരിക്കൻ സൈന്യത്തിന് കഴിയുകയില്ല. ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ അവർക്ക് സുരക്ഷ നൽകാൻ റഷ്യയും ചൈനയും എന്തായാലും തയ്യാറാകും. ഇന്ത്യക്കും അറബ് രാജ്യങ്ങൾ ആവശ്യപ്പെട്ടാൽ സഹായിക്കാതിരിക്കാൻ കഴിയില്ല. അറബ് ഇസ്ലാമിക് രാജ്യങ്ങൾ പടിയടച്ച് പിണ്ടം വെച്ചാൽ പശ്ചിമ ഏഷ്യയിലെ അമേരിക്കയുടെ സകല സ്വാധീനവും ഇതോടെ നഷ്ടമാകും. ഇത് ലോക പോലീസ് ചമയുന്ന അമേരിക്കയുടെ മുന ഓടിക്കുന്നതിന് തുല്യമായി മാറുകയും ചെയ്യും. അടുത്ത സുഹൃത്തായ ഇന്ത്യക്ക് അധിക തീരുവ ചുമത്തി പിണക്കിയ അമേരിക്ക ഇപ്പോൾ അറബ് രാജ്യങ്ങളിൽ നിന്നും കൂടി ഒറ്റപ്പെട്ടതോടെ അമേരിക്കൻ ചരിത്രത്തിലെ തന്നെ ഒരു ദുരന്തമായാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഇസ്രായേൽ ഖത്തർ നടത്തിയ ആക്രമണത്തിൽ നേതാക്കൾ കൊല്ലപ്പെട്ടില്ലെങ്കിലും കെട്ടിടത്തിൽ ഉണ്ടായിരുന്ന 5 പേർ കൊല്ലപ്പെട്ടതായി ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ഹമാസ് നേതാവ് അൽ ഹയയുടെ മകനും ഉൾപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ ചർച്ചയ്ക്കെത്തിയ പ്രതിനിധി സംഘം സുരക്ഷിതരാണെന്നും ഹമാസ് വ്യക്തമാക്കി. ഈ വെളിപ്പെടുത്തൽ ഇസ്രായേലിനെ സംബന്ധിച്ച് വൻ തിരിച്ചടിയാണ്. കാരണം നേതാക്കന്മാരെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം. മുതിർന്ന ഹമാസ് നേതാവായ ഖലീൽ അൽ ഖയ്യെ ലക്ഷ്യമിട്ടായിരുന്നു ഇവരുടെ ആക്രമണം. പ്രധാനമായും ഖത്തറിനുള്ളിലേക്ക് കടന്നു ചെല്ലുന്നുള്ള ആക്രമണം മൊസാദ് ആസൂത്രണം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇസ്മയിൽ ഖനിയ, യഹ്യ സിൻവാർ എന്നീ ഹമാസ് തലവന്മാർ കൊല്ലപ്പെട്ടതോടെയാണ് ഖലീൽ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ വെടിനിർത്തൽ ചർച്ചകൾ പ്രധാന മുഖവും ഖലീൽ തന്നെയായിരുന്നു. 2024 ഇറാനിൽ ഖനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തിയ ശേഷം വിദേശത്ത് ഹമാസിന്റെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായിട്ടാണ് ഖലീലിനെ ഇസ്രായേലും കണക്കാക്കിയിരുന്നത്. ആ ഖലീൽ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് എന്നത് ഇനി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രികളാണ് സമ്മാനിക്കാൻ പോകുന്നത്. പുതിയ സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സുരക്ഷ ഇരട്ടിയിലേറെയാക്കി വർദ്ധിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രായേലിന്റെ ഉടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അമേരിക്കയും സ്വന്തം പൗരന്മാർക്കും സൈനികർക്കും അതീവ ജാഗ്രത നിർദ്ദേശവും നൽകി. അമേരിക്കൻ വ്യോമസേനയുടെ പശ്ചിമേഷ്യയിലെ പ്രധാന കമാൻഡ് സെന്ററായി പ്രവർത്തിക്കുന്ന ഖത്തറിലെ അൽ ഉദൈദ് വ്യോമതാവളം ഉൾപ്പെടെ സൈനിക കേന്ദ്രത്തിൽ 20,000-ഓളം അമേരിക്കൻ സൈനികരുള്ളതായാണ് കണക്കാക്കപ്പെടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച